ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗിഫ്റ്റഡ് എന്ന മൂവിയുടെ ബ്ലൂറേ ആണ്. അപ്പോൾ നേരെ ഡിസ്കിലേക്ക് പോകാം. ഇതാണ് ഫ്രണ്ട് ഇമേജ്, ഇതാണ് ബാക്ക് ഇമേജ്, ഇതാണ് ഡിസ്ക്. ഇത് 2017 ഇറങ്ങിയ ഒരു അമേരിക്കൻ ഡ്രാമ ഫിലിമാണ്, ഒരു ഫീൽ ഗുഡ് ഡ്രാമ എന്ന് പറയാൻ പറ്റും. മാർക്ക് വെബാണ് ഡയറക്ടർ. ഇതിൽ ക്രിസ് വാൻസ് ഉണ്ട്, പിന്നെ ഗ്രേസ് എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. ഗ്രേസ് ഇപ്പോൾ ആക്ച്വലി അഡൾട്ടായി. ആ സിനിമയിൽ ആക്ച്വലി ഒരു 7-year-oldൻ്റെ ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോറി ബേസിക്കായിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ബാറ്റിൽ എന്ന് പറയാൻ പറ്റും, ഒരു ലീഗൽ ബാറ്റിലാണ്. ഈ കൊച്ചിൻ്റെ കസ്റ്റഡിക്ക് വേണ്ടി ഈ കൊച്ചിൻ്റെ അമ്മയുടെ സഹോദരൻ, അതായത് ക്രിസ് വാൻസും കൊച്ചിൻ്റെ അമ്മയുടെ അമ്മ, അതായത് ഗ്രാൻഡ് മദർ, മെറ്റേണലായിട്ടുള്ള അങ്കിളും മെറ്റേണലായിട്ടുള്ള ഗ്രാൻഡ് മദറും തമ്മിലുള്ള ഒരു ലീഗൽ ബാറ്റിൽ എന്ന് പറയാൻ പറ്റും. ഈ കസ്റ്റഡിക്ക് വേണ്ടി, കൊച്ചിൻ്റെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ ബാറ്റിൽ. അപ്പോൾ എന്തിനാണ് ഇവർ രണ്ടുപേരുടെ ആവശ്യം, എന്താണ് ഇവർ ആ കൊച്ചിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളൊരു സിറ്റുവേഷനാണ്, എന്താണെന്നുള്ള റീസണാണ് ഈ മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂവിക്ക് ഈ ഒരു എഡിഷൻ മാത്രമേ വന്നിട്ടുള്ളൂ, അതായത് ബ്ലൂറേയിൽ മാത്രമേ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റീൽ ബുക്സോ 4Ks അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ 4K ഡിസർവ് ചെയ്യുന്നൊരു മൂവിയാണെന്ന് തോന്നിയിട്ടില്ല, കാരണം അത്രയ്ക്ക് ടെക്നിക്കലി ഉള്ള ഭയങ്കര സംഭവങ്ങളൊന്നും ഇല്ല. ഇതൊരു ഡ്രാമ മൂവിയാണ്. അപ്പോൾ ഇതിന് ബ്ലൂറേ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. DTS HD മാസ്റ്റർ ഓഡിയോ 5.1 എൻ്റെ ഓഡിയോ വരുന്നത്. അത്യാവശ്യം നല്ല ഓഡിയോ ആണത്, കാരണം ഒരുപാട് ഡയലോഗ്സ് ഉള്ള മൂവിയാണ്. അപ്പോൾ DTS ഓഡിയോ തന്നെ എനിക്ക് എപ്പോഴും അറ്റ്മോസ്, വെറുതെ ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള മൂവിക്ക് അറ്റ്മോസിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഡയലോഗ്സ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും DTS Xോ DTXോ തന്നെയാണ് നല്ലത്. അതിന് മൂവിയുടെ സ്റ്റോറിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ക്രിസ് വാൻസ് ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് തോന്നുന്നത് ചിലപ്പോൾ ക്രിസ് വാൻസിൻ്റെ കുട്ടിയാണോ എന്ന് ഡൗട്ടായിരിക്കും ഫസ്റ്റ് വരുന്നത്. പിന്നെയാണ് മനസ്സിലാവുന്നത് ക്രിസ് വാൻസിൻ്റെ കുട്ടിയല്ല എന്നും, ജസ്റ്റ് ഇതൊരു കുട്ടിയുടെ അങ്കിളാണ് ക്രിസ് വാൻസ് എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ കുട്ടി സ്കൂളിൽ വെച്ചിട്ട് എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു ഇൻ്റലക്ച്വൽ സ്കിൽസ്, അത് ബിഹേവിയറിലായാലും മാത്സിലായാലും എക്സെപ്ഷണൽ ആയിട്ടുള്ള സ്കില്ല് കാണിക്കുന്നുണ്ട്. അത് ഈ അവിടുത്തെ ടീച്ചർ മനസ്സിലാക്കുകയും ഫർദർ സ്കോളർഷിപ്പിനായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ഒരു ഓഫർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്രിസ് വാൻസ് പക്ഷേ അത് റിജക്റ്റ് ചെയ്യുവാണ്. എൻ്റെ ഓഫർ കിട്ടിയിട്ട് കൂടി അത് വേണ്ട, ഇപ്പോൾ ഉള്ള നോർമൽ സ്കൂളിൽ തന്നെ പഠിച്ചാൽ മതി, സ്പെഷ്യലായിട്ടുള്ള കെയർ ഒന്നും കിട്ടണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നത്. അപ്പോഴേ അവർക്ക് ചെറിയ ഡൗട്ടുണ്ട് എന്താണ് സംഭവം. അതേസമയത്ത് കുട്ടിയുടെ ഗ്രാൻഡ് മദർ, അതായത് മെറ്റേണലായിട്ടുള്ള ഗ്രാൻഡ് മദർ, അതായത് ക്രിസ് വാൻസിൻ്റെ അമ്മ തന്നെയാണ്, നേരെ സ്ക്രീനിലേക്ക് വരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, എന്തായാലും ലീഗൽ ഫയൽ ചെയ്യുവാണ്. അതായത് കുട്ടി എന്തായാലും കസ്റ്റഡിക്ക് വേണം എന്ന് പറഞ്ഞ് ലീഗലി ഫയൽ ചെയ്യുവാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബാറ്റിൽ എന്താണ് കാര്യം, എന്താണ് ക്രിസ് വാൻസ് കുട്ടിയെ ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടിയിട്ട് കൊടുക്കാത്തതും, എന്തുകൊണ്ടാണ് അമ്മയുടെ കസ്റ്റഡിയിൽ വിട്ടു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെയുള്ള ഒരു റീസണാണ് സ്റ്റോറി എന്ന് പറയുന്നത്. അത് സ്റ്റോറി ആക്ച്വലി അതായത് കുട്ടിയുടെ അമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കൊച്ചുകുട്ടി എക്സെപ്ഷനലി ബ്രില്യൻ്റ് ആയിട്ടിരുന്നാലും ഒരു നോർമൽ ലൈഫ് ജീവിച്ചാൽ മതി, തനിക്ക് പറ്റാത്തത് തൻ്റെ കൊച്ചിന് പറ്റണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹം ഓൾറെഡി ക്രിസ് വാൻസിനോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ടാണ് ക്രിസ് വാൻസ് ഇത് ഓഫേഴ്സ് എല്ലാം റിജക്റ്റ് ചെയ്യുന്നതും ഈ കുട്ടിയെ സ്വന്തം കസ്റ്റഡി തന്നെ വെക്കാൻ ശ്രമിക്കുന്നത്. അതുകൂടാതെ ക്രിസ് വാൻസും ഒരു നെയ്ബറായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്ന ഐറ്റമാണ്. അറ്റ് ലാസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഫീൽ ഗുഡ് ഡ്രാമ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. ലാസ്റ്റ് ക്രിസ് വാൻസിന് തന്നെയാണ് ആ ലീഗൽ കസ്റ്റഡി കിട്ടുന്നത്. സ്റ്റിൽ ആ ലാസ്റ്റ് മിനിറ്റ് വരെ ഇവിടെ എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. ഇതിൽ എക്സെപ്ഷനായിട്ട് പറയാൻ പറ്റുന്നത് ഈ കൊച്ചിൻ്റെ ക്യാരക്ടർ ചെയ്ത ഗ്രേസ് എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ആണ്. അത്യാവശ്യം നമുക്ക് ശരിക്കും ഒരു സ്മൈൽ ഫേസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു ആക്ടിങ് സ്കില്ലുണ്ട്, ആ ക്യൂട്ട്നെസ് ഉണ്ട്. ഈ മൂവി കണ്ടു നോക്കാവുന്ന ഒരു ഐറ്റമാണ്, എന്തായാലും ട്രൈ ചെയ്യണം. ബ്ലൂറേയിൽ ട്രൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ആയിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സും ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. കാരണം ഇതിൻ്റെ മൂവിയിൽ കുറേ ഡിലീറ്റഡ് സീൻസ് ഉണ്ട്. അതായത് മൂവി വന്നിട്ട് 1 മണിക്കൂറും 40 മിനിറ്റാണ് ഉള്ളത് റൺ ടൈം. പക്ഷേ എനിക്ക് തോന്നുന്നു റൺ ടൈമിൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കും കുറച്ച് സീൻസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിലീറ്റ് ചെയ്ത സീൻസ് എല്ലാം അത്യാവശ്യം നല്ല സീൻസുമാണ്. അപ്പോൾ എങ്ങനെ സ്പെഷ്യൽ ഫീച്ചേഴ്സും ഇതിൽ വലിയൊരു പ്ലസ് പോയിൻ്റാണ് ഈ ബ്ലൂറേസ് മേടിക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഓഡിയോ DTS HD മാസ്റ്റർ ഓഡിയോ 5.1 വരുമ്പോഴേക്കും ഈ ഡയലോഗ്സും ഇതിൽ ചെറിയ ചെറിയ ബിറ്റ്സ് ആയിട്ടുള്ള സോങ്സ് പോകും. ആ സോങ്സിൻ്റെ ലിറിക്സ് പോലും അത്രയും ക്ലാരിറ്റിയോടെ കേൾക്കാൻ പറ്റും നമുക്ക്. ഇത് BGM പോലെ പോകുന്നതാണെങ്കിൽ കൂടി സ്റ്റിൽ നമുക്കത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതൊക്കെ തന്നെയാണ് ഈ DTS ഓഡിയോ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. പിന്നെ ഡയലോഗ്സിൻ്റെ ക്ലാരിറ്റി, എല്ലാ ഡയലോഗ്സും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ചെറിയ നമ്മുടെ ഈ വേരിയേഷൻസ് ഉണ്ടല്ലോ, നമ്മൾ പറയുന്നതിൻ്റെ വേരിയേഷൻസും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. എന്തായാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് ഡ്രാമയാണിത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു മൂവിയായിട്ട് കാണാം. ബൈ.